ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം മക്കളെ ലൈഫിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിനുള്ള ടെൻഷൻ എൻ്റെ മുഖത്ത് രാവിലെ തന്നെയുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ലേറ്റായിട്ടാട്ടോ ഉറങ്ങിയത്. രാവിലെ അപ്പം എനിക്ക് 6:50 വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം 7:30 കൊച്ചിയിലോട്ട് ട്രെയിന്. 3 മണിക്കാണ് ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ കുറച്ച് നേരം മുമ്പെങ്കിലും ചെക്ക് ഇൻ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ അമ്മ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിരുന്ന് കഴിച്ചു. എനിക്ക് തൊടുന്നതിനും മിണ്ടുന്നതിനും എല്ലാം അങ്ങ് ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ദേഷ്യപ്പെടും കേട്ടോ. അമ്മ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അമ്മ 2 കഴിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരെണ്ണം എങ്ങനെയൊക്കെയോ ചവച്ചരച്ച് ഞാൻ ഇറക്കി. അപ്പുക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു എഴുന്നേൽപ്പിക്കണ്ട, നീ അങ്ങ് ഇറങ്ങിയാൽ മതിയെന്ന്. പക്ഷേ എനിക്കെന്തോ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചു. അമ്മ ഞാൻ പോവാന്ന് അവനോട് പറയണമല്ലോ. അങ്ങനെ ഡ്രസ്സ് ഇതായിട്ടത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറുതെ ഒരു കോട്ട് എടുത്തിട്ടതാണ്. കാരണം AC ആണ് ട്രെയിന്. ഒന്നാതേ മഴയാണ്. അതിൻ്റെ കൂടെ AC ഇരിക്കുമ്പോൾ തണുത്ത് വരയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തൊരു കോട്ടൊക്കെ എടുത്തിട്ടു. ചെരുപ്പ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാട്ടോ. 999 രൂപയായിരുന്നു വില. ടാറ്റതാ അമ്മ ഇവിടെ ഉണ്ടായതുകൊണ്ട് അവന് വലിയ സങ്കടവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. കാരണം അവൻ എന്ത് പറഞ്ഞാലും അമ്മ സാധിച്ചു കൊടുക്കും. സ്കൂളിൽ പോത്തില്ല എന്നാട്ടോ ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പോയാ പറ്റൂ. ടാറ്റാ. സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിച്ചൊക്കെ തുടങ്ങിയോണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പുക്കുട്ടൻ അലാറം പോലെ പറയും, അമ്മ എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട അമ്മ എന്ന്. രാവിലെ 10 മിനിറ്റ് അത് പറഞ്ഞാലേ അവനൊരു സമാധാനം വരും കേട്ടോ. അപ്പോൾ ഞാനടാ സ്കൂളിൽ മര്യാദയ്ക്ക് പൊക്കോളോ, ഇല്ല ടീച്ചർ ഇവിടെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നമ്മളൊരു 6:50 ഇറങ്ങിയിട്ട് 7:10 7:15 ആയപ്പോഴത്തേന് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നമ്മൾ കൊല്ലത്ത് ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ട്. തിരക്കൊന്നുമില്ലായിരുന്നു റോഡിൽ, അതുകൊണ്ട് പെട്ടെന്ന് എത്തി. 7:30 ട്രെയിൻ. 7:15 ആയോ കേട്ടോ. 7:15 ആയിട്ടുണ്ട്. 7:15 ആയപ്പോഴത്തേനും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നടന്ന് അങ്ങോട്ട് ചെല്ലാം. കറക്റ്റ് 7:23 ട്രെയിൻ വന്നു കേട്ടോ. അപ്പം നമ്മൾ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇനി ഒരു 11:30-12 മണിയാകുമ്പോഴേ എറണാകുളത്ത് ചെല്ലത്തുള്ളൂ. അതുവരെ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് വേണം കേട്ടോ ഇരിക്കാൻ. ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു. പക്ഷേ എൻ്റെ സീറ്റ് ഓപ്പോസിറ്റാണ്. ട്രെയിൻ പോകുന്നത് അങ്ങോട്ടാണ്. എനിക്ക് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തലവേദന എടുക്കും. 6 സീറ്റിൽ ഞാൻ ഓപ്പോസിറ്റ് കയറിയിരുന്നു. വരുന്നവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം പത്തോട്ട് ഇരിക്കുമോ എന്ന്. അതിൽ വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും, തലവേദനയൊക്കെ വരും എനിക്ക്. അതുകൊണ്ട് എനിക്കങ്ങനെ എടുക്കും. അങ്ങനെ സീച്ചേട്ടൻ അപ്പുറത്തിരിക്കുക, ഞാനിപ്പുറത്തോട്ട് കയറിയിരുന്നത്. 6 സീറ്റാണോ എന്തോ. വരുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കണേ. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പുറത്ത് ഒരു ആൻറ്റി വന്നിരുന്നു കേട്ടോ. പിന്നെ ആ ആൻറ്റിക്ക് ഞാൻ സീറ്റ് മാറിക്കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വേറൊരാൾ വരുന്ന കണ്ടപ്പോഴത്തേന് ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഞാൻ ചാടി എൻ്റെ സീറ്റിൽ തന്നെ പോയിരുന്നു. ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്ക് തല കറങ്ങുമെന്ന്. പക്ഷേ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും വന്നില്ല. പുറത്ത് നല്ല കിടുക്കാച്ചി മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ കോട്ടുകൂടി ഇട്ടില്ലായിരുന്നു. ഞാൻ തടുത്ത് വിറച്ച് പനി പിടിപ്പിച്ചേനെ. ഓൾറെഡി ഇപ്പം ഞാൻ പനിയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. കറക്റ്റ് 5:34 നമ്മൾ അല്ല 11:34 നമ്മൾ എവിടെത്തി ഒന്ന് പറ ചെയ്യട്ടാ. അങ്കമാലിയിലെത്തി. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എയർപോർട്ടിലോട്ട് പോകുന്ന വഴി എനിക്കൊരു തൊപ്പി വാങ്ങണം. അല്ല വീല് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ 40 ഡിഗ്രി എങ്ങാണ്ടല്ലേ. ഇവിടെ ആണെങ്കിൽ മഴയോട് മഴ. പക്ഷെ നമ്മൾ 12 മണി ആയപ്പോഴത്തേന് എത്തി കേട്ടോ. ഇനി ബാക്കിയുള്ളവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ സീച്ചേട്ടൻ തിരിച്ചു പോവാം. പണ്ട് അച്ഛനെ കൊണ്ടുവിടാൻ എയർപോർട്ടിൽ വരുമായിരുന്നു. വിളിക്കാനൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ അച്ഛനിങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് എനിക്കും കയറാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ നീണ്ട 29 വർഷത്തിന് ശേഷമാണ് ഞാൻ കയറാൻ പോകുന്നത്. 1 മണിയായി. 1 മണി ഇരുന്നു. പറയത്തില്ലല്ലോ ഞാൻ മാത്രം. കൊച്ചു പിള്ളേർ റൂട്ടിരിക്കുന്നില്ലേ. ഇതൊക്കെ വ്ലോഗൊന്നും എടുക്കത്തില്ലല്ലോ. സ്റ്റുഡിയോടല്ലേ. ഞങ്ങൾ കളർ വ്യത്യാസം ഏകദേശം ഉണ്ടെന്നേ ഉള്ളു അല്ലേ. അതെ. ഇനി അവളമാരെ വെയിറ്റിംഗ്. എന്റെ മുടി ഞാൻ പക്ഷെ ഇന്നലെ എന്ത് രസം ഉണ്ടായിരുന്നു. ഞാൻ നീ സ്ട്രെയിറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ശ്രീചേട്ടാ അറ്റ്ലീസ്റ്റ് ഞാനൊരു ഹെയർ സ്പാ എങ്കിലും ചെയ്തോട്ടെ. അവള് കൊണ്ട് കളർ ചെയ്ത് എന്നെ ഓടിച്ചടി. അതെ 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 എന്റെ ലക്ഷ്യം. തിന്നടി തിന്നെ.
അതെ ഡോക്ടറിനെ പോലെ ഇങ്ങനെ ഇട്ടോണ്ട് വന്ന് വിചാരിച്ചു. എന്നോട് വിളിച്ചോണ്ടാ പറഞ്ഞത് അല്ലേ? അടുത്തത് VIP നെറിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അൻവറിന്റെ വിവരമില്ല. ഇനി അവർ രണ്ടുപേരോടാണോ വരുന്നതെന്ന് അറിയാം. ഞാൻ ആ ഒരു ടൈമിൽ വന്നിട്ട് പിന്നെ 1 മണിക്കാട്ടോ രവി വന്നത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ച ഏട്ടന് ടാറ്റ കൊടുത്ത് അകത്തോട്ട് പോയപ്പോൾ അവിടെ എന്തോ അവർ കാര്യം അത് കാണിക്കണം ഇത് കാണിക്കണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ അത് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഫ്ലൈറ്റ് ഏതാ ഇൻഡിഗോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്ന് അത് കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. എനിക്ക് അപ്പോൾ രവി എന്നോട് ചോദിക്കുക എന്താടി മുഖത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, നീ എന്തിനാ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണോ സ്റ്റാർട്ടിങ് ട്രബിൾ, കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളൂ ഞാൻ അവളോട് പറഞ്ഞു. നീ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്. അങ്ങനെ നമ്മളെല്ലാം ശരിയാക്കി അകത്തോട്ട് കയറിയിട്ട് സാമട്ടിൽ നിൽക്കുന്ന നിപ്പ് കണ്ടോ. ഇത് അവസാന നിമിഷം ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ഏതാന്ന് വെച്ചാൽ ആ ഫ്ലൈറ്റിൻ്റെ അവിടെ അതിൻ്റെ ആ ഒരു ഈ സാധനം ഉണ്ടല്ലോ, ഈ സംഭവത്തിൽ ചെന്നിട്ട് നമ്മൾ ബാഗൊക്കെ തുറന്ന് കാണിക്കണമെന്നില്ല. അവരെ ചോദിക്കും ഇലക്ട്രോണിക് ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹാൻഡ് ബാഗിലോട്ട് മാറ്റണം കേട്ടോ. അങ്ങനെ നമ്മുടെ ആ വലിയ പെട്ടിയൊക്കെ അവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ് നമ്മുടെ ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ബാത്റൂമിലൊക്കെ ഒന്ന് എടുത്തോ. അപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി ഞാൻ ആദ്യം ഷോർട്സ് ഇട്ടേക്കുന്നത് നിധിയെ കൂടെ നോക്കിയപ്പോൾ ഓക്കെ. ഇത് ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ കാണിക്കാനാ ബാത്റൂമിൽ പോയതിൻ്റെ സന്തോഷം. അങ്ങനെ നമ്മൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് വരികയാണ്. അപ്പോൾ വരുന്നതിന് മുമ്പ് നമ്മുടെ ബാഗൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലേറ്റ് എടുക്കും. ഇങ്ങോട്ട് വാടാ, ഫുഡ് കഴിക്കണ്ടേടാ. ഞാൻ ഉദ്ദേശിക്കുന്ന പോയി പ്ലേറ്റ് ഞാൻ അൻവറിനോട് പറഞ്ഞു എടാ പ്ലേറ്റ് എടുക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞു ഞാനെന്തിനാ പ്ലേറ്റ് എടുക്കുന്നത്, അവൻ ഉദ്ദേശിച്ചത് അവിടെ കഴിച്ചിട്ട് ആരോ ബാക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റ് എടുക്കാൻ ഞാൻ പറയുകയാണെന്ന് കേട്ടോ. പക്ഷേ ഞങ്ങൾ അതിനാണ് അവിടെ ഒരു ചിരിയൊക്കെ നടന്നത്. അങ്ങനെ എല്ലാ ഫുഡും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ 3:10 ഫ്ലൈറ്റിന് ഞങ്ങൾ 2:45 കണ്ടായപ്പോഴാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അങ്ങനെ പിന്നെ 2:45 തോന്നുന്നു, ഞാൻ മറന്നുപോയി. എന്തായാലും ടൈമില്ലായിരുന്നു. ഞാനാണെങ്കിൽ കണ്ണി കണ്ട ഫുഡ് മൊത്തം എടുത്തു കേട്ടോ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നെന്ന് എനിക്കറിയത്തില്ല. ഈ റൈസൊന്നും എടുക്കണ്ടായിരുന്നെന്ന് പിന്നെ തോന്നി, കാരണം അവിടെ ബിരിയാണിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിലെ ഏറ്റവും മിതമായിട്ട് ഫുഡ് കഴിക്കുന്നത് നെറിനാണ്. വളരെ കുറച്ച് മാത്രമേ അവൾ ഫുഡ് കഴിക്കത്തുള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ ഫുഡ് എടുത്തത് ഞാനാണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് വേസ്റ്റ് ആക്കി കളയേണ്ടി വന്നു, കാരണം നമുക്ക് ടൈം ഇല്ലാതായി പോയി. കുറച്ചൊക്കെ വയറ് നിറച്ചിട്ട് നമ്മൾ ഓട്ടാണ്, കാരണം അത് ഫ്ലൈറ്റ് ആക്കുന്നത് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ആണ് കേട്ടോ കിടക്കുന്നത്. ഓൾറെഡി നല്ലപോലെ ലേറ്റായി. ഫുഡൊക്കെ വഴി വെച്ചിട്ട് ഓടുകയാണ് ഞങ്ങൾ. ഈ ഗേറ്റ് അടച്ചാൽ കാല് പിടിച്ച് തുറപ്പിക്കണമല്ലോ. ഞാനൊക്കെ ഇങ്ങനെ ഓടുന്ന ഓട്ടം കണ്ടിട്ടുള്ളൂ കേട്ടോ, ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അടച്ചില്ല രക്ഷ. എന്തൊരു കോമഡി. ഈ ഓടിയ ഓട്ടം ഒളിമ്പിക്സിൽ ഓടിയായിരുന്നെങ്കിൽ ഫസ്റ്റ് ആദ്യമായിട്ട് കയറുക എന്നുള്ള രീതി കാണിക്കണ്ട. എന്നോട് പല ഇങ്ങോട്ടൊക്കെ
നമ്മളവിടെ നിന്ന് ഓടിയ ഓട്ടം, അതും ബഹളം വെച്ചുകൊണ്ടാട്ടോ നമ്മൾ ഓടുന്നത്. അവിടെ ചെന്നപ്പോഴത്തേന് എല്ലാവരും നമ്മളെ അതിശയത്തോടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഏതവളവിടെ ഇതൊക്കെ എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്നു. ഞാനും രവിയും കൂടെ ആട്ടോ അടുത്തടുത്തിരുന്നത്. അൻവറും നെറിനും ഒരുമിച്ച് അപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേര്, ഞാൻ, രവി, നെറിൻ, ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അൻവർ ഇതിന് മുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഫ്ലൈറ്റ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇതെന്ത് സ്ലോയിലാണ് എടുക്കുന്നത്. ആദ്യം ബാക്കിലോട്ടാട്ടോ എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് റൈഡിൽ കയറുന്ന അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. വീഗാലാൻഡിൽ റൈഡിൽ കയറിയ ഒരവസ്ഥ. എനിക്ക് തല ഇറങ്ങുന്നത്. ഇവളിവിടെ ചത്ത്. സാൻഡ്വിച്ചാട്ടോ. അപ്പോൾ ഞാനൊരു കടി കടിച്ചു നോക്കി, ഷോർട്സിലിട്ടേക്കാം. അട്ടക്കൂറ. ജ്യൂസ് വന്നു. മിനറൽ വാട്ടർ വെച്ചാൽ മതി എന്ന് തോന്നി കേട്ടോ. ഇവിടെ വാട്ടർ ഈറ്റിൻ്റെ എടുക്കണമെന്ന് വാട്ടർ ഈറ്റിൻ്റെ ഫ്ലൈറ്റ് എന്നൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നേ. പക്ഷെ പുള്ളിക്കാരത്തി ഓഫായി. എനിക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനെ KSRTC ബസ്സിലൊക്കെ പോകത്തില്ലേ, അതുപോലെ ഇങ്ങനെ കുലുങ്ങിയാണ് പോകുന്നത്. പൊങ്ങുക താഴുക, പൊങ്ങുക താഴുക. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. 3 മണിക്കൂർ ഇതിലിരിക്കണം. ഇപ്പം 4 മണി ആയില്ലെന്ന് തോന്നുന്നല്ലേ. 4 മണി ആവുന്നേ ഉള്ളൂ. 6 മണിയാവും ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മള് ലാൻഡ് ചെയ്തല്ലേ. ഇവക്ക് ഭയങ്കര ചെവ്വേദനയായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് ഇനി ട്രെയിൻ വിളിച്ച് തിരിച്ചു വരാൻ നിൽക്കുക. തിരിച്ചു വരണ്ടേ? ഇറങ്ങാൻ തോന്നല്ലേ. നമുക്ക് രക്ഷപ്പെട്ടാ മതി ഇതിനകത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ റൂമിൽ ചെന്നൊന്ന് കുളിച്ചിട്ട് ഡ്രസ്സ് മാറിയാൽ മതി. കാരണം ജ്യൂസ് എല്ലാം കൂടെ എൻ്റെ കാലി മറിഞ്ഞു. ജ്യൂസ് എല്ലാം കൂടെ എൻ്റെ കാലി മറിഞ്ഞ് ആകെ ഞാനൊരു ജീൻസേ കൊണ്ടുവന്നുള്ളൂ. പോട്ടെ. അങ്ങനെ നനഞ്ഞുപോയി. പക്ഷെ ഉണങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേനും ഉണങ്ങി. പക്ഷെ പാൻറ് മൊത്തം പാടായി. ഇനി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് റീൽസ് എടുക്കാം. ഒരെണ്ണം എനിക്ക് പറഞ്ഞ എനിക്ക് എളുപ്പമുള്ളത് തരാം. ഞാനും എടുത്ത് വെച്ച് കാണിച്ചു തരാം. എനിക്ക് പിന്നെ നമ്മൾ 7 മണി 7:30 കണ്ടാട്ടോ ചെന്നിറങ്ങുന്നത്. ഞാൻ സമയം കറക്റ്റായിട്ട് മറന്നുപോയി. അപ്പോൾ ചെന്നിറങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ബസ്സുണ്ട് കേട്ടോ. ഈ ബസ്സിലാണ് നമ്മളെ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബസ്സൊക്കെ AC ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇരിക്കാൻ സീറ്റ് കിട്ടണമെങ്കിൽ ആദ്യം ഓടിച്ചെന്ന് കയറണം. പിന്നെ 5 മിനിറ്റ് നിൽക്കുന്നതിന് നമുക്കൊന്നും പ്രശ്നമല്ലല്ലോ. ഇത്രയും നീണ്ട 3 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇരുന്നല്ലേ വന്നത്. അതുകൊണ്ട് കുറച്ച് നേരം കാലൊക്കെ നീട്ടി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നി. അടുത്ത് ഇനി നമ്മുടെ ലഗേജ് വരുന്നത് നമ്മൾ എടുക്കണം കേട്ടോ. അവനവൻ എടുക്കും. അപ്പം ഞങ്ങളുടെ ലഗേജിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് അത് വന്നു. അങ്ങനെ അതും എടുത്തുകൊണ്ട് നമ്മൾ ഡൽഹിക്ക് എയർപോർട്ടിന് പുറത്തിറങ്ങി. അപ്പോൾ ഫ്ലൈറ്റ് അടുത്തതൊക്കെ ദേ പറന്ന് പൊങ്ങുന്നതൊക്കെ ഒന്ന് കണ്ടു. ആർക്കും ഹിന്ദി അറിയത്തില്ല. പിന്നെ അൻവർ എങ്ങനെയൊക്കെയോ സംസാരിച്ചാണ് ഊബറിൻ്റെ അടുത്ത് കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ ഹാൻഡ്സ് അപ്പ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ കയറാൻ പോയി. ഇവിടുന്ന് ഒരു 33 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ റൂം എടുത്തുനിന്ന് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് 100 പേര് വരും കേട്ടോ. അടുത്ത കാർ വേണോ ടാക്സി വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ എപ്പോഴും സേഫ് നമ്മൾ ഊബർ ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്ത് ഡിക്കിക്കകത്ത് വെച്ചിട്ട് നമ്മൾ കാറിനുള്ളിൽ കയറി. അപ്പോൾ ഇവിടുത്തെ സമയം എത്രയാണെന്ന് വെച്ചാൽ 7:30 ആയിട്ടുണ്ട്. സമയം 7:30 ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 5 മണി 5:30 ആയ എൻ്റെ ഫീലിംഗ് അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഈ സമയം
ഈ സമയം അപ്പൊ ഉച്ചയാകുമ്പോഴത്തേന് എന്ത് ചൂടായിരിക്കും എന്നൊന്ന് ആലോചിച്ചോണം. എന്റെ ഏട്ടൻ വീട്ടിൽ നിന്ന് പേടിപ്പിച്ചു വിട്ടേക്കാണ് 50 ഡിഗ്രി ചൂട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ വെട്ടം കൂടെ കണ്ടപ്പോഴത്തേന് ഞാൻ സത്യം പറഞ്ഞ് അങ്ങ് വരണ്ടു പോയി കേട്ടോ. കാരണം 7:30 ഇതുപോലെ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് എന്തുമായിരിക്കും ഞാൻ ഊഹിച്ചു പോയി. റോഡൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ താമസിക്കുന്നിടത്ത് എത്തി. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ID പ്രൂഫും കാര്യങ്ങളും ഒക്കെ കാണിക്കണമായിരുന്നു. ഫൈനലി നമ്മൾ ഹോട്ടലിലെത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരോട് വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്ക് ആരെയും അങ്ങനെ അറിയത്തില്ലല്ലോ, ആകെ ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ എല്ലാവരും അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. എന്ത് കോമഡികളായിരുന്നു എന്നറിയാമോ എൻ്റെ പൊന്നമ്മ. ഇനി ബാക്കി ശേഷം റൂമിൽ ചെല്ലുന്നുണ്ട്. സത്യം എല്ലാരും പെട്ടെന്ന് സിങ്കായി. ഇനി ബാക്കി റൂമിൽ ചെന്നിട്ട് കാണാവേ. എവിടെ ഇവൻ ടെറസിൽ കൊണ്ടിറക്കി തോന്നുന്നു. ഏയ് അല്ല, ഏയ് ഫ്രണ്ട് എടുത്തില്ലേ. ഓക്കെ ഇറങ്ങ 307 ഇവിടെ 6. അപ്പൊ 301 ബൈ ബൈ. ഓണാക്കിയ ലൈറ്റ് ഒരാൾക്കുള്ള റൂമല്ലേ. ക്യാമറ കണ്ടൊന്നും നോക്കണേ. ഓക്കെ ടാറ്റാ. നിങ്ങളുടെ റൂമിലൂടെ കണ്ടോ? അയ്യോ തുറന്നിട്ടേക്കാം. നോക്കട്ടെ, സെയിം തന്നെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. അത് 3 പേര് കേറിയോണ്ടായിരിക്കും. പോയി മേലൊക്കെ കഴുകി സെറ്റായി. ഞാൻ വന്ന് കയറിയ പാടെ ക്യാമറ ഉണ്ടോന്ന് കേട്ടോ എല്ലായിടത്തും നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയായി, ഏത് മുക്കിന് മൂലയ്ക്കോ ക്യാമറയൊക്കെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ മൊത്തത്തിൽ അരിച്ച് പറക്കിയിട്ട് ഞാൻ പോയി മേലൊക്കെ കഴുകി. എന്നിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സായിട്ട് ഇട്ടത്. ഇതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സമാധാനമായത്. കാരണം എന്തോ എനിക്കങ്ങ് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. ഒന്നാമതേ ജ്യൂസൊക്കെ ദേഹത്തങ്ങ് മറിഞ്ഞിട്ട് വല്ലാതെ പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ്. ഞാനാണെങ്കിൽ കാര്യം പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ വായ അട്ടയത്തേ ഇല്ല. അതുപോലെ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ 3 പേരിൽ നെറിൻ കുറച്ച് സൈലൻറ്റ്. അത് കഴിഞ്ഞിട്ട് രവീണ ഏറ്റവും സംസാരിക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ കഥകളെല്ലാം പറഞ്ഞിരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തു. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ കേട്ടോ നമുക്ക് ഫുഡൊക്കെ തരുന്നത്. അപ്പം നമ്മൾ ടി വിയിലൊക്കെ കാണുന്നോട്ട് ഫോൺ എടുത്ത് 9 ഞെക്കുക, എന്നിട്ട് ഫുഡൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഫുഡെല്ലാം വന്നു. അടിപൊളി ബട്ടർ ചിക്കൻ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അത്രയും ടേസ്റ്റ് ആയിരുന്നു. വല്ല ചില്ലി ചിക്കൻ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ, അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളത് ബാക്കിയും വെച്ചു. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ അൻവർ റെഡി ആയിട്ട് റൂമിലോട്ട് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാൻ, അൻവർ, പിന്നെ രവീണ, ഞങ്ങൾ 3 പേരും ഏകദേശം ഒരേപോലത്തെ കളറിലെ ഡ്രസ്സായിരുന്നു കേട്ടോ. നെറിനാണെങ്കിൽ മാത്രം ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും ഒരേ ടൈപ്പ് ഡ്രസ്സ് കളർ തന്നെ ഇട്ടു എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൽ അടിപൊളി എന്ന് വെച്ചാൽ ബട്ടർ ചിക്കൻ സൂപ്പർ ആയിരുന്നു കേട്ടോ. ചില്ലി ചിക്കൻ കൊള്ളൂല്ലായിരുന്നു. ബട്ടർ ചിക്കൻ പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ബട്ടർ ചിക്കൻ അധികം ഇരുന്നുകൊണ്ട് ഞങ്ങൾ 2 ഈ പരാത്ത, നമ്മുടെ പെറോട്ടയ്ക്കാന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത്, പക്ഷേ ചപ്പാത്തി പോലൊരു സാധനമാണ് വരുന്നത്. എനിക്ക് പേരും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ ആ സാധനം പിന്നെ ഓർഡർ ചെയ്തു. എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും രസമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം രവിയെ എനിക്ക് കുറച്ച് നേരത്തെ അറിയാം, നെറിനൊക്കെ അത്രയും പരിചയമൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു ട്രിപ്പോട് കൂടി നമ്മളെല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം. അത്രയും രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അൻവർ റൂമിൽ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് പോയി. നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടന്നെങ്കിലും നമ്മൾ ഉറങ്ങിയതൊരു 1:30-2 മണിയൊക്കെ ആയി കേട്ടോ. കാരണം എൻ്റെ ഈ ചിലപ്പ് കാരണം അവസാനം രവി പറഞ്ഞേ, ഞാനിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ രവി പറഞ്ഞു, നിന്റെ വായിൽ ഞാൻ സെല്ലോ ടേപ്പ് പൊട്ടിക്കും കേട്ടോ, എന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ കേട്ടോ നമ്മൾ കിടന്നെല്ലാം ഉറങ്ങി. നമ്മൾ കഥകളൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ ഉറങ്ങാതിരുന്നു കേട്ടോ. 12 മണിയായി. അവൾ കുളിക്കാൻ വേറെ പോയിട്ടുണ്ട്. വന്നിട്ട് ഒരുമിച്ച് കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. 10 മണി തൊട്ട് ഇവിടെ നിൽക്കുമായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ 10 മണിയാകുമ്പോൾ ഉറങ്ങണം.
അയ്യോ വർത്താനം പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണാം ടാറ്റ. അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ കുളിച്ചിട്ട് വന്നിട്ട് ഒരുമിച്ച് ടാറ്റ തരാം. ടാറ്റ.